അവളോട് സംസാരിച്ചതും അവന് കുറേ ആശ്വാസം പോലെ തോന്നിയിരുന്നു. അവളുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. പരസ്പരം ആശ്വസിപ്പിക്കാൻ അവർക്ക് അവരുണ്ട് എന്നൊരു തോന്നൽ. തിരികെ തൻ്റെ മുറിയുടെ അടുത്തേക്ക് എത്തിയതും അവൾ സാൻഡ്രയുടെ ഫോണിലേക്ക് വിളിച്ചു. അവൾ ഉറക്കത്തിലായിരുന്നുവെങ്കിലും വന്ന് കതക് തുറന്നു. കുറച്ചു നേരം ഞാൻ ചേച്ചിയെ വെയിറ്റ് ചെയ്തായിരുന്നു. പിന്നെയും കാണാഞ്ഞ ഞാനങ്ങോട്ട് കിടന്നതാ, അങ്ങ് ഉറങ്ങിപ്പോയി. അവൾ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിന് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. സാൻഡ്ര വീണ്ടും അവളോട് പറഞ്ഞതിന് ശേഷം പോയി കിടന്നു. എന്നാൽ ആമിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു. അവളുടെ ചിന്ത 6 മാസം പുറകിലേക്ക് പോയി. ആ ലിസി, ഞാൻ മോളോടൊന്ന് ചോദിക്കട്ടെ, നല്ല പയ്യനാണോ? നമ്മുടെ ആമിക്ക് ചേരുവോ? അവളുടെ മമ്മി ഫോണിൽ കൂടി പറയുന്ന ശബ്ദം കേട്ടാണ് അവൾ അടുക്കളയിലേക്ക് വരുന്നത്. ശരി ശരി, ഞാൻ എന്തായാലും അവളോടൊന്ന് സംസാരിക്കട്ടെ. നീ പയ്യൻ്റെ ആ ഫോട്ടോ കിട്ടുമെങ്കിൽ ഒന്ന് എൻ്റെ ഫോണിലേക്ക് അയച്ചേക്ക്. അവരതും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിരുന്നു. ആരാ മമ്മി വിളിച്ചത്? അവൾ സംശയത്തോട് ചോദിച്ചു. ലിസിയ മോളെ, അവരുടെ വീടിനടുത്തൊരു പയ്യനുണ്ടത്രേ. എഞ്ചിനീയറാണ്. തിരുവനന്തപുരത്ത് ഏതോ IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ആ പയ്യന് നല്ലൊരു പെൺകുട്ടിയെ വേണം. അപ്പോൾ അവരുടെ മമ്മി ലിസിയോട് ചോദിച്ചു അത്രേ, അറിയുന്ന പെൺകുട്ടികൾ വല്ലതും ഉണ്ടോ എന്ന്. അവൾക്ക് അപ്പോൾ നിന്റെ മുഖമാണ് ഓർമ്മ വന്നത്. അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടോയെന്ന് അറിയാനാ അവൾ വിളിച്ചത്. അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നിട്ട് മമ്മി എന്ത് പറഞ്ഞു ആൻറ്റിയോട്? അവൾ സംശയത്തോടെ തിരികെ അവരോട് ചോദിച്ചു. നിന്നോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു. ഞാൻ മാത്രം ഒരു തീരുമാനം എടുത്താൽ പറ്റില്ലല്ലോ. പറയുന്നത് കേട്ടിട്ട് ആ പയ്യൻ നല്ല സ്വഭാവമുള്ളവനാണ്. തന്നെയല്ല, ലിസിയുടെ വീടിനടുത്തല്ലേ. അവൾക്ക് അവരെ പറ്റിയൊക്കെ നല്ല മതിപ്പാണ്. പപ്പയും മമ്മിയൊക്കെ വെറും പാവങ്ങളാണെന്നാ അവൾ പറയുന്നത്. അവൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കള്ളം പറയില്ല. പ്രത്യേകിച്ച് നിന്റെ ജീവിതം വെച്ച് ഒരിക്കലും അവൾ കള്ളത്തരം പറയില്ല. അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ അതിനൊന്നും മിണ്ടിയില്ല. മോൾ എന്താ ഒന്നും മിണ്ടാത്തത്? അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടവർ സംശയത്തോട് ചോദിച്ചു. എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട മമ്മി. എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ. നമുക്ക് ചിലവിന് പോലും ഒരു മാർഗ്ഗമില്ല. കല്യാണം നടത്താൻ മമ്മിയുടെ കയ്യിലുണ്ടോ പണം? അവൾ സംശയത്തോടെ അവരോട് ചോദിച്ചു. മോളെ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാം നല്ലതുപോലെ നടക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പണം ഇല്ലാന്ന് കരുതി നിന്നെ കെട്ടിച്ചയക്കാതെ പറ്റുമോ എനിക്ക്? എല്ലാത്തിനും ദൈവം ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ടാകും. തൽക്കാലം നീ അങ്ങനെയൊന്നും അതിനെപ്പറ്റി ചിന്തിക്കാതെ. ഞാനിപ്പോൾ അവരോട് എന്താ മറുപടി പറയേണ്ടത്? 2 ദിവസം കഴിഞ്ഞ് അവർ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു മറുപടി കൊടുക്കണം. നമുക്ക് ബന്ധത്തിനോട് താല്പര്യമില്ലെങ്കിൽ അവർക്ക് വേറെ ബന്ധം നോക്കാലോ. അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ടാന്നാ മമ്മി. ആദ്യം ഒരു ജോലി കിട്ടട്ടെ, അതിനുശേഷം പോരെ ഒരു വിവാഹമൊക്കെ. അതോ മമ്മിക്ക് ഞാനൊരു ഭാരമാണെന്ന്? അവൾ ബാക്കി പറയാതെ നിർത്തി. ആമി, ഞാൻ ലിസി പറഞ്ഞ കാര്യം നിന്നോട് ചോദിച്ചു എന്നേ ഉള്ളൂ. നിനക്ക് താല്പര്യമില്ലെങ്കിൽ അത് വേണ്ട. അവരും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. കുറച്ചുകൂടി കഴിയട്ടെ മമ്മി, നമുക്ക് പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കാം. എനിക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ പോയി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യട്ടെ. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവളുടെ മമ്മി അത് ലിസിയെ വിളിച്ചു പറഞ്ഞു. പിന്നീട് ഇതിനെപ്പറ്റി ഒരു സംസാരം അവരുടെ വീട്ടിലും ഉണ്ടായില്ല. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞ മോളെന്നോട് ദേഷ്യപ്പെടരുത്. അവർ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ആമി മാത്രമല്ല, ജുവാനെ അന്ന് ലീവിന് വന്നിരുന്നു. മമ്മി കാര്യം പറ. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ലിസി വീണ്ടും ഒന്ന് വിളിച്ചിരുന്നു. അന്ന് നിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഞാനത് കൊടുത്തില്ല. നിനക്ക് താല്പര്യമില്ലെന്ന് ഞാൻ ലിസിയോട് പറഞ്ഞതാ. പക്ഷെ ഇന്നതേ അവരാ പയ്യൻ്റെ ഫോട്ടോ എൻ്റെ ഫോണിലേക്ക് ഇട്ടിട്ടുണ്ട്. ലിസി എന്നെപ്പറ്റി എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർക്ക് നിന്റെ കാര്യത്തിൽ നല്ല താല്പര്യമുണ്ട്. അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല. ആ ജസിൻ്റെ ഫോട്ടോ ഉണ്ടോ മമ്മി? അത് കേട്ടതും ജുവാന അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവർ തൻ്റെ ഫോണിലുണ്ടായിരുന്ന അവൻ്റെ ഫോട്ടോ എടുത്ത് അവൾക്ക് കാണിച്ചു കൊടുത്തു. ദേ ചേച്ചി നോക്കിക്കേ, അച്ചാച്ചൻ കൊള്ളാലോ മമ്മി. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു, ചേച്ചിക്കും ഇഷ്ടപ്പെടും. അതും പറഞ്ഞ് അവൾ ആ ഫോൺ ആമിക്ക് നേരെ നീട്ടി. ആമി വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി. ഒരു ഫോട്ടോ കാണുന്നത് കൊണ്ട് എന്താ ചേച്ചി പ്രശ്നം? അത് പറഞ്ഞ് ജുവാന ഫോൺ അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. ആമി ആ ഫോട്ടോയിലേക്കൊന്ന് നോക്കി. അവളുടെ കണ്ണുകൾ ആദ്യം എത്തിയത് ആ കാപ്പി കണ്ണുകളിലേക്കായിരുന്നു. ഒരു മാത്രയിൽ അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? പെട്ടെന്ന് ജുവാനയുടെ വക അടുത്ത ചോദ്യം. കുഴപ്പമില്ല, അവൾ പെട്ടെന്ന് ജുവാനയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതല്ലാതെ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അത് കേട്ടതും ജുവാന കപട ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ചേച്ചിയോട് ആ അച്ചാച്ചൻ എങ്ങനെയുണ്ടെന്നല്ല ഞാൻ ചോദിച്ചത്, ചേച്ചിക്ക് ഇഷ്ടമായോ എന്നാണ്. ജുവാന കപട ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? അത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ജുവാന ചിരിയോടെ അവരുടെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് അവനെ ഇഷ്ടമായി എന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. പെട്ടെന്ന് ലിസി വീണ്ടും വിളിച്ചു. കൊച്ചിന് പയ്യനെ ഇഷ്ടമായോ? ലിസി സംശയത്തോട് ചോദിച്ചു. അതിനവൾക്ക് ഇഷ്ടമായി എന്നുള്ള രീതിയിൽ അവൾ പെരുമാറിയ കാര്യം അവർ അവരോട് പറഞ്ഞു.
നമുക്ക് ഈ അച്ചാച്ചനെ തന്നെ മതി മമ്മി, കണ്ടാൽ തന്നെ അറിയാം വേറൊരു പാവമാണെന്ന്. ചേച്ചിയെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അവളും ചിരിയോട് അവരുടെ മമ്മിയോട് പറഞ്ഞു. ലിസി എന്തോ പറഞ്ഞതും അവരാണോ എന്നുള്ള അർത്ഥത്തിലൊക്കെ അവരോട് ചോദിക്കുന്നത് ജുവാന കേട്ടു. മറുവശത്തു നിന്ന് എന്തോ പറഞ്ഞതിന് ശേഷം ലിസി ഫോൺ കട്ട് ചെയ്തു. ലിസിൻ്റെ എന്താ മമ്മി പറഞ്ഞത്? ജുവാന സംശയത്തോടെ അവരോട് ചോദിച്ചു. അവർക്ക് നമ്മുടെ ആമിമോളെ ഒന്ന് കാണണമെന്ന്, നാളെ ഇങ്ങോട്ട് വരട്ടെ എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ ജുവാനയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിനെന്താ മമ്മി, അവരോട് വരാൻ പറ. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. ആമിയോട് ചോദിക്കാതെ ഞാനെങ്ങനെയാ മോളെ അങ്ങനെ ഒരു തീരുമാനം പറയുന്നത്? ആ പയ്യനെ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അവളുടെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇതവളോട് ചോദിക്കാതെ ഒരഭിപ്രായം എനിക്കായിട്ട് പറയാൻ പറ്റുമോ? അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് ചേച്ചി സമ്മതിക്കും, ഞാൻ പോയി ചേച്ചിയോട് ചോദിക്കാം. അതും പറഞ്ഞ് അവൾ ആമിയുടെ മുറിയിലേക്ക് നടന്നു. ജുവാന ചെന്നപ്പോൾ അവളെന്തോ ആലോചനയോടെ ഇരിക്കുകയായിരുന്നു. ചേച്ചി, ജുവാന വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ലിസിയാൻ്റെ ഇപ്പം മമ്മിയെ വിളിച്ചിരുന്നു. ആ അച്ചാച്ചൻ്റെ മമ്മിക്കൊക്കെ ചേച്ചിയെ ഒന്ന് കാണണമെന്ന്. ജുവാന അവളെ നോക്കി മറുപടി പറഞ്ഞു. അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല. അതും പറഞ്ഞ് ആമി അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. ചേച്ചി നിക്ക്, ജുവാൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. എന്താ ജുവാ, ചേച്ചിക്ക് ആചാസിനെ ഇഷ്ടപ്പെട്ടില്ലേ? ജുവാന സംശയത്തോട് ചോദിച്ചു. ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ ജുവാ? അവൾ വീണ്ടും ജുവാനയുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. പിന്നെ ചേച്ചി എന്താ ഇതിനോട് ഇൻട്രസ്റ്റ് കാണിക്കാത്തത്? അവർക്ക് ചേച്ചിയോട് താല്പര്യം ഉണ്ടായിട്ടല്ലേ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും അവർ വന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നത്? ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് കല്യാണം നടത്താലോ. മമ്മിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇത് നടത്തണമെന്ന്. ജുവാന അവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. ജുവാ, നീ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അതിന് മാത്രം പണമൊന്നും നമ്മുടെ മമ്മിയുടെ കയ്യിലില്ല. നീ പോയി പഠിക്കാൻ നോക്കിക്കേ. അവൾ ജുവാനയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചാൽ ചേച്ചി എന്നോട് സത്യം പറയോ? കള്ളത്തരം പറയല്ലേ? അവൾ ആമയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്താ? അവൾ സംശയത്തോട് ചോദിച്ചു. ചേച്ചിക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? അതുകൊണ്ടാണോ ചേച്ചി ഇതിനോട് ഇൻട്രസ്റ്റ് കാണിക്കാത്തത്? ജുവാന വീണ്ടും അവളോട് സംശയത്തോടെ ചോദിച്ചു. നിനക്കെന്താ വട്ടാണോ? എൻ്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അവൾ തിരികെ ചോദിച്ചു. ഇതുവരെ ഇല്ല, പക്ഷെ ചേച്ചി കല്യാണത്തിനോട് ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അവൾ ആമിയുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. നീ ഒന്ന് പോയേ. അതും പറഞ്ഞ് ആമി അവിടെ നിന്നും പോകാൻ തുടങ്ങി. മോളെ ആമി, ഞാൻ അവരോട് എന്താ പറയേണ്ടത്? പെട്ടെന്ന് അവളുടെ മമ്മി അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല മമ്മി, മമ്മി എന്തെങ്കിലും ചെയ്. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. മോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. അതും പറഞ്ഞ് അവരവിടെ നിന്നും പോകാൻ തുടങ്ങി. മമ്മി, അവൾ വിളിച്ചതും അവരൊന്ന് നിന്നു. അവരെന്നെ കാണാൻ വരികയല്ലേ, കണ്ടിട്ട് പോട്ടെ. അതും പറഞ്ഞ് ആമി അവരുടെ രണ്ടുപേരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും പോയി. ജുവാനയും മമ്മിയും പരസ്പരം നോക്കി ചിരിച്ചു. പിറ്റേന്ന്, ചേച്ചി ഈ ഡ്രസ്സ് മതി. അവളൊരു റോസ് കളർ ചുരിദാർ ആമിയുടെ അലമാരയിൽ നിന്നും എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതെനിക്ക് കുറച്ച് ടൈറ്റാണ് ജുവ. ഞാൻ കരുതിയത് ഈ ഗ്രീൻ ആൻഡ് വൈറ്റ് ഷെയ്ഡ് വരുന്ന ചുരിദാർ ഇടാമെന്നാണ്. ആമി അവളുടെ മുഖത്തേക്ക് നോക്കി. അതും ചേച്ചിക്ക് നല്ലതുപോലെ ചേരും. എങ്കിൽ പിന്നെ അതിട്ടാൽ മതി. ജുവ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. ആമി പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നു. കാതിലൊരു ജിമിക്ക് മാത്രമാണ് അവൾ ഇട്ടത്. മുടി പുറകിലേക്ക് കെട്ടി വൈറ്റ് കളറിൽ ഒരു ബണ്ണിട്ടു. കണ്ണുകൾ നീട്ടി എഴുതി. നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും. അവൾ ഒരുങ്ങി റെഡിയായി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം എൻ്റെ ചേച്ചിയെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. ജുവാൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. കുറച്ച് നിമിഷം കഴിഞ്ഞത് ഒരു കാർ അവരുടെ മുറ്റത്തേക്ക് വന്നു. അതുവരെയും ഒരു ടെൻഷനും ഇല്ലാതെ കൂളായിട്ട് നിന്ന ആമയുടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി. അവൾക്ക് ആ ഹൃദയമിടിപ്പിനെ കൺട്രോൾ ചെയ്യാനേ കഴിയുന്നില്ലായിരുന്നു. ശരീരം മുഴുവൻ വിറയ്ക്കുന്ന ഒരവസ്ഥ. മോളെതേ അവർ വന്നെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ മതി. അവർ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ നോക്കുകയായിരുന്നു അവളുടെ മമ്മിയുടെ മുഖം. മമ്മിയും ജുവാനയും എന്ത് ഹാപ്പിയാണെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു. ലിസി ആൻറ്റിയുടെ അടുത്ത ആൾക്കാരാണ്. ഒരു മതിലിനപ്പുറത്തെ ബന്ധം. അറിയാവുന്നവരായതുകൊണ്ടും അടുത്ത് ലിസി ആൻറ്റി ഉണ്ടല്ലോ എന്നുള്ള ധൈര്യവുമായിരിക്കാം അവർക്കെന്ന് ആമിക്ക് തോന്നി. അതുകൊണ്ടാകാം ഈ ബന്ധത്തിനോട് ഇത്രയും താല്പര്യമെന്ന് അവളും ചിന്തിച്ചു. അവർ വന്ന് ഹാളിലേക്ക് ഇരുന്നതും മമ്മിയോടും ജുവാനയോടും എന്തൊക്കെയോ സംസാരിക്കുന്നതൊക്കെ അവൾ അടുക്കളയിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പപ്പയുടെയും മമ്മിയുടെയും സംസാരം കേൾക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഒച്ചയോ സംസാരമോ ഒന്നും അവിടെ കേട്ടിരുന്നില്ല. മോളെ, പെട്ടെന്ന് അവളുടെ മമ്മി വിളിച്ചതും അവൾ ഞെട്ടി. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. താൻ ഫോട്ടോയിൽ മാത്രം കണ്ടയാളെ നേരിട്ട് കാണാൻ പോകുന്നു. ഇന്ന് അയാൾക്കും തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിവാഹം. ഞാൻ പ്രതീക്ഷിക്കാത്ത നേരത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് നടക്കാൻ പോകുന്നു കൂടി ഓർത്തതും അവളുടെ ഹൃദയമിടിപ്പ് കൂടി. ആമി, പെട്ടെന്ന് അവളുടെ മമ്മി രണ്ടാമതും വിളിച്ചു. അവൾ പതിയെ അടുക്കളയുടെ പുറത്തേക്കിറങ്ങി ഹാളിലേക്ക് നടന്നു. നേരെ നോക്കി അവളുടെ കണ്ണുകൾ ആദ്യം ചെന്നെത്തിയത് ആ കാപ്പി കണ്ണുകളിലേക്കായിരുന്നു. തന്നെ മാത്രം നോക്കുന്ന ആ കണ്ണുകളിലേക്ക്. അത് കണ്ടതും അവൾക്ക് തിരികെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എങ്ങനെയോ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവനും തിരികെ അവളെ നോക്കി ചിരിച്ചു.
വാ മോളെ, ഇവിടെ വന്നിരിക്കെ. പെട്ടെന്ന് അവൻ്റെ മമ്മി അവളെ അവരുടെ അടുത്തേക്ക് വിളിച്ചു. അവളൊരു ചിരിയോടുകൂടി അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. മോളിപ്പോൾ എന്താ ചെയ്യുന്നേ? അവർ സംശയത്തോട് ചോദിച്ചു. അത് ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യുക. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. ഇതാണെൻ്റെ മകൻ ജസ്റ്റിൻ. അവർ തൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇരിക്കുന്നവനെ പരിചയപ്പെടുത്തി. അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. കാപ്പി കണ്ണുകളായിരുന്നു അവന്. ഒത്തവണ്ണോ ശരീരവും, ട്രിം ചെയ്ത് വെച്ചിരിക്കുന്ന താടി, കട്ടി മീശ. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അത് കണ്ടതും അവൾക്ക് സ്വയം ഒരു ചമ്മല് തോന്നി. അവരെന്തൊക്കെയോ അവളോട് ചോദിച്ചു. അതിന് അവൾ എന്തൊക്കെയോ മറുപടി പറയുകയും ചെയ്തു. നിനക്ക് അവളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ജസ്റ്റിൻ്റെ മമ്മിയുടെ വക ചോദ്യം കേട്ടതും ആമി ഞെട്ടി. ജസ്റ്റിൻ ചിരിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ചെല്ല്, പോയി സംസാരിക്ക്. ജസ്റ്റിൻ്റെ മമ്മി അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. മുറി പോയി സംസാരിക്കുമോളെ, ആമിയുടെ മമ്മി പറഞ്ഞതും അവരൊന്ന് നിന്നു. ആമി അവനെ ഒന്ന് നോക്കിയതിനു ശേഷം ഹാളിന് തൊട്ടടുത്തായിട്ടുള്ള മുറിയിലേക്ക് ചെന്നു. അവനും അവളോടൊപ്പം മുറിയിലേക്ക് കയറി. എന്താണ് അവനോട് സംസാരിക്കേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവൾ അവനെ നോക്കാതെ മുഖം കുനിച്ചു.